കാലാവസ്ഥാ വ്യതിയാനം കാർഷിക രീതിയെ പ്രതികൂലമായി ബാധിക്കുന്നതിനെക്കുറിച്ചറിയാൻ കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. കാലാവസ്ഥാ വ്യതിയാനം കാർഷിക രീതിയെ പ്രതികൂലമായി ബാധിക്കുന്നതിനെക്കുറിച്ചറിയാൻ കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചെറുപുഴ കൃഷിഭവനിൽ കൃഷി ഇൻഷുറൻസ് വിഭാഗം ഓഫീസർ KV അനുശ്രീ ക്ലാസ് എടുത്തു. കാലാവസ്ഥാ വ്യതിയാനത്തിലും പ്രകൃതിക്ഷോഭത്തിലും വിളനാശമുണ്ടായാൽ പരിരക്ഷ ലഭിക്കുന്നതെങ്ങനെയെന്നും നഷ്ടപരിഹാര സ്കീമിനെക്കുറിച്ചും ക്ലാസ്സിൽ വിശദീകരിച്ചു. അവിടെയാണ് ഈ ചെറുപുഴയുടെ പ്രദേശത്തൊക്കെയുള്ള റീഡിംഗ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു കാലാവസ്ഥാ കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. അതിൽ ഈ ആർദ്രത, മഴ കുറവ്, കൂടുതൽ, ചൂട് കൂടിയാൽ, പിന്നെ കാറ്റിൻ്റെ വേഗത, ദിശ, അതൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു കാലാവസ്ഥാ കേന്ദ്രമാണ് പാങ്കോയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള റീഡിംഗ് എടുക്കുകയും ഡാറ്റയൊക്കെ അതിൽ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ എന്നാണ് പറയുക. അപ്പോൾ അത് സ്വമേധയാ തന്നെ അതിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുകയോ ചെയ്യാം. ഇപ്പോൾ ഓരോ വിളകൾക്കും ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രജ്ഞർ ഓരോ വിളകൾക്കും അനുയോജ്യമായ കാലാവസ്ഥകൾ നിജപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടാകുന്ന കാലാവസ്ഥ നോക്കിയിട്ട് അതിന് ഒരു കൃത്യമായ തുക നിങ്ങൾക്ക് ലഭിക്കുക ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ വാഴയ്ക്കിപ്പോൾ അനുയോജ്യമായ കാലാവസ്ഥ ഒരു 150 മില്ലിമീറ്റർ മഴയും കാറ്റൊക്കെ ഒരു 40-45 കിലോമീറ്റർ മണിക്കൂറിൽ 45 കിലോമീറ്റർ കാറ്റൊക്കെ വാഴക്ക് പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ കൂടുതൽ മഴ, അതായത് 150 മില്ലിമീറ്ററിൽ മഴ ഈ ഒരു ഉപകരണത്തിൽ രേഖപ്പെടുത്തിയാൽ നിങ്ങളുടെ ആ പ്രദേശത്തുള്ള കർഷകരുടെ, ഇൻഷൂർ ചെയ്ത കർഷകരുടെ വാഴക്ക് അത് പ്രതികൂല കാലാവസ്ഥയായിട്ട് അനുമാനം ചെയ്യുകയും അതിൽ നിന്ന് ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുവാണ് ചെയ്യുക. അത് ഇൻഷൂർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അക്ഷയ വഴി ചെയ്യാവുന്നതാണ്. പോർട്ടൽ ഓപ്പൺ ആയില്ല, ജൂലൈ 1 ഓപ്പൺ ആയില്ല. കൃഷി ഓഫീസർ P. അഞ്ജു, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ P. ഗീത, സുരേഷ് കുറ്റൂർ തുടങ്ങിയവരും മറ്റു സ്റ്റാഫും ചടങ്ങിൽ സംബന്ധിച്ചു. എന്റെ മകൻ അഭിക്ക് ദിവ്യയെ ഇഷ്ടമാണ്, ദിവ്യക്ക് അഭിയെയും. അപ്പൊ എങ്ങനെയാ, അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ. വിഷമായോ? എന്ത് വിഷമം? അവളുടെ സ്വപ്നം നടക്കട്ടെ. അച്ഛാ, കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ. റാപ്സലേ, നമ്മുടെ തെക്കപ്പറമ്പ് നോക്കാൻ വന്ന നാസറിന്റെ മോനില്ലേ, അവനോട് നാളെ തന്നെ വരാൻ പറ. രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ. മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ. അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ. IAS. പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ.